ആസൂത്രണ ബോർഡിലെ നിയമന തട്ടിപ്പിലെ വിവരാവകാശ കമ്മീഷൻ ഉത്തരവിനെതിരെ PSCയുടെ റിട്ട് ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. പരീക്ഷാരേഖകൾ ഉദ്യോഗാർത്ഥികൾക്ക് കൈമാറണമെന്ന വിവരാവകാശ കമ്മീഷൻ ഉത്തരവിനെതിരായാണ് PSCയുടെ നീക്കം. വിശദാംശങ്ങളുമായി കിരൺ കുമാർ ചേരുകയാണ്. കിരൺ, അങ്ങനെ ആസൂത്രണ ബോർഡിലെ നിയമന തട്ടിപ്പ് ഹൈക്കോടതിയിൽ കയറുകയാണ്. ഇന്നിപ്പോൾ PSCയുടെ റിട്ട് ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിൽ വരികയാണ്. എന്താണ് വിശദാംശങ്ങൾ? ഐശ്വര്യ, ഈ ആസൂത്രണ ബോർഡ് നിയമനവുമായി ബന്ധപ്പെട്ടുള്ള രേഖകൾ നൽകണമെന്ന വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവിനെതിരെയാണ് PSC ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. മാർക്ക് ലിസ്റ്റും ഒപ്പം തന്നെ ഇന്റർവ്യൂവിന്റെ വിവരങ്ങളും അടക്കമുള്ളവ നൽകണമെന്നുള്ളൊരു ആവശ്യമായിരുന്നു കഴിഞ്ഞ ദിവസം ഈ വിവരാവകാശ കമ്മീഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത്. PSCക്ക് ഈ നിർദ്ദേശം നൽകിയിട്ട് 1 മാസം പിന്നിട്ടിട്ട് പോലും PSCയുടെ ഭാഗത്തു നിന്നും ഇതിൽ യാതൊരു നടപടികളും ഉണ്ടായില്ല. അതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം കടുത്ത ഭാഷയിൽ തന്നെ വിവരാവകാശ കമ്മീഷൻ PSCയെ വിമർശിക്കുന്ന നിലപാടിലേക്ക് എത്തിയിരുന്നു. ഇത് എന്തുകൊണ്ട് നൽകാൻ കഴിയുന്നില്ല, അതായത് ഈ വിവരങ്ങൾ എന്തുകൊണ്ട് നൽകാൻ കഴിയുന്നില്ല എന്നുള്ളൊരു കാര്യം PSC വിശദീകരിക്കണം എന്നുള്ളൊരു നിർദ്ദേശമായിരുന്നു വിവരാവകാശ കമ്മീഷൻ നൽകിയിരുന്നത്. ഇതിനെ തുടർന്നാണ് ഇപ്പോൾ ഏതായാലും ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. പ്രധാനമായിട്ടും PSC ഉന്നയിക്കുന്ന വാദം വ്യക്തിഗത വിവരങ്ങൾ ഉൾപ്പെടുന്നതിനാൽ തന്നെ ഈ മാർക്ക് ലിസ്റ്റും ഒപ്പം തന്നെ മറ്റ് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ കൈമാറാൻ കഴിയില്ല എന്നുള്ളൊരു കാര്യം തന്നെയാണ്. കൂടാതെ തന്നെ ഈ വിവരങ്ങൾ ഇത് കൈമാറണമെന്നുള്ള വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവ് അത് അടിയന്തരമായി സ്റ്റേ ചെയ്യണമെന്നുള്ളൊരു ആവശ്യം കൂടി ഏതായാലും PSC ഹൈക്കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ള ഹർജിയിൽ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഏതായാലും നേരത്തെ ഈ ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ആസൂത്രണ ബോർഡിലെ നിയമനങ്ങളുമായി ബന്ധപ്പെട്ട് ഉയർന്ന പരാതികളെ തുടർന്നാണ് തിരുവനന്തപുരം സ്വദേശിയായിട്ടുള്ള ഒരു ഉദ്യോഗാർത്ഥി വിവരാവകാശ കമ്മീഷനെ സമീപിച്ചിരുന്നത്. പ്രധാനമായിട്ടും ഇദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നത് ഈ പരീക്ഷയുടെ ഉത്തരക്കടലാസുകളും ഒപ്പം തന്നെ ഇന്റർവ്യൂവിന്റെ മാർക്ക് ലിസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ ലഭ്യമാക്കണമെന്നുള്ളൊരു ആവശ്യമായിരുന്നു. ഇത് ഉടനെ ലഭ്യമാക്കണമെന്ന് അറിയിച്ചുകൊണ്ട് വിവരാവകാശ കമ്മീഷനും ഉത്തരവിട്ടിരുന്നതാണ്. എന്നാൽ 1 മാസം പിന്നിട്ടിട്ടും ഇത് നടപ്പിലാക്കാനായിട്ട് വിവരാവകാശ കമ്മീഷൻ തയ്യാറായിരുന്നില്ല, ഈ PSC തയ്യാറായിരുന്നില്ല. തുടർന്നാണ് വിവരാവകാശ കമ്മീഷൻ കടുത്ത ഭാഷയിലുള്ള വിമർശനത്തിലേക്ക് കടക്കുന്നതായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായത്. ഐശ്വര്യ.